പ്രിയപ്പെട്ടവരെ, വായ്മൊഴിയായിട്ടും ചില പിന്നെ ചില ലിപികളിലൂടെ ചില തോലിന്റെ പുറത്ത് എഴുതി, ഈ നമ്മുടെ കേരളത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ മറ്റ് ചില വിധത്തിലൊക്കെ എഴുതി രൂപപ്പെട്ട് പല കെട്ടുകളായി പല ഭാഗങ്ങളായിട്ട് ഇരുന്ന സഭയുടെ പാരമ്പര്യവും ചരിത്രവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒന്നാണ് പരിശുദ്ധ ബൈബിള്. പറഞ്ഞു മനസ്സിലായി? ഈ ബൈബിള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിവേശിതമാണ്. പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയ ഒന്നാണ് ബൈബിള്. പരിശുദ്ധാത്മാവ് അതിനായിട്ട് തനിക്ക് അനുയോജ്യമായ, തനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മനുഷ്യരെ തെരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് ഒരുക്കിയ ഒന്നാണ് തിരുവചനം. ഇത് സഭയുടെ പാരമ്പര്യവും ചരിത്രവും എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ബൈബിൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ബൈബിൾ രൂപപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിത് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. കാരണം ചിലപ്പം വലിയൊരു 4 ആൾ ഒരുമിച്ച് പിടിക്കേണ്ടി വരും ചിലപ്പം ബൈബിൾ ഒന്ന് കയ്യിലെടുക്കാൻ. അത്രമാത്രം വലിപ്പമുള്ള, ചിലപ്പോൾ ഒരു ഉന്തുവണ്ടിയെ വെച്ച് തള്ളിക്കൊണ്ട് പോകേണ്ടി വരും, ഒരു ട്രോളിയെ വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. അത്രമാത്രം വലിപ്പമുള്ളൊരു പുസ്തകമായിട്ട് മാറേണ്ടതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ ക്രോഡീകരിച്ച് ഒരുക്കി രൂപപ്പെടുത്തിയ ഒന്നാണ് തിരുവചനം. അപ്പോൾ അതുകൊണ്ട് സഭയുടെ പഠനങ്ങളും സഭയുടെ കാഴ്ചപ്പാടും സഭയുടെ ബോധ്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ഈ തിരുവചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് സഭയുടെ എന്തെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ സഭയെ കുറ്റപ്പെടുത്താനായിട്ട് ബൈബിള് എടുത്ത് അതിനെ മാത്രം വ്യാഖ്യാനിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? നേരത്തെ സഭയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ പല കാലഘട്ടങ്ങളിലൂടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇന്ന് കാണുന്ന ഈ സഭ, ഇന്ന് കാണുന്ന ഈ രീതിയിൽ, ഈ ആരാധനക്രമം ഉൾപ്പെടുന്ന ഇന്ന് കാണുന്ന ഈ ഒരു ഫോമിലേക്ക് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ സഭയെ പുനർക്രമീകരിച്ച് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഒത്തിരിയേറെ പുനർക്രമീകരണങ്ങൾ സഭയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അല്ലാതെ ഇന്ന് കാണുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 1500 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ഒരു കുറെ കാലഘട്ടം കഴിയുമ്പോൾ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ചില പരിവർത്തനങ്ങളും മാറ്റങ്ങളും സഭയ്ക്കുള്ളിൽ ഇനിയും വരാം. ഇതിനെല്ലാം അപ്പുറമായിട്ട് എനിക്കിനി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള വേറൊരു സത്യം എന്ന് പറയും. പരിശുദ്ധാത്മാവ് പോലും തോറ്റുപോയിട്ടുള്ള, പരിശുദ്ധാത്മാവ് പോലും സുല്ലിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സഭയ്ക്കുള്ളിൽ ധനവാനും ദരിദ്രനും തമ്മിലുള്ള ആ അന്തരവിനെ ഇല്ലായ്മ ചെയ്യാൻ, ധനവാനും ദരിദ്രനും തമ്മിലുള്ള ആ അന്തരവുകളെ ഇല്ലായ്മ ചെയ്യാനും വെളുത്തവനെയും കറുത്തവനെയും ഒന്നിപ്പിക്കാൻ ഇതുവരെയും പരിശുദ്ധാത്മാവിന് പോലും സാധിച്ചിട്ടില്ല. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നതല്ല, അതൊരു പരമാർത്ഥ സത്യമാണ്.